പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയിടത്ത് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലെഹങ്ക സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആളുടെ തന്നെയാണ് ഈ സാരിയും. ഇത് നെറ്റിന്റെ ആട്ടോ. ഇതിന് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ബ്ലൗസ് ചെയ്യണം. രാവിലെ എണീറ്റപ്പോൾ തന്നെ നാൻസി അതിന്റെ കട്ടിങ്ങിലോട്ട് കടന്നു. കാരണം 12 മണിക്ക് ആള് വാങ്ങാൻ വരും. ഞാൻ വേഗം ധൃതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. കുഞ്ഞിനെ ജോലിക്കല്ല, കുഞ്ഞിനെ പഠിക്കാൻ വിടണമല്ലോ. അവക്ക് വേണ്ടിട്ടുള്ള ചോറും കറിയും. കരണ്ട് പോയി. അതേലും എങ്ങനെയാ ധൃതിക്ക് തയ്ക്കാൻ നേരത്ത് കരണ്ട് ചതിക്കും. അന്ന് രാവിലെ 9:30 പോയ കരണ്ട് പിന്നെ വന്നത് 5 മണിക്കാട്ടോ. ടച്ച് വെട്ടാനുള്ളതുകൊണ്ട് KSEB കരണ്ട് കട്ട് ചെയ്തു. അങ്ങനെ ആളെ വിളിച്ചു പറഞ്ഞു വരണ്ട, ഇന്ന് കരണ്ട് ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സാവധാനം ചെയ്ത് വെച്ചേക്കുന്ന ലെഹങ്കയും പിന്നെ ഇനി ചെയ്യാൻ പോകുന്ന ബ്ലൗസും ഒക്കെ ഹെം ചെയ്യണമല്ലോ. ലെഹങ്ക ഫുള്ളും പയ്യനെ സാവകാശം ചെയ്യാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ വേഗം ധൃതിക്ക് ചെയ്യേണ്ടി വന്നതിനെ. പിന്നെ ഒരു വൈകുന്നേരം കരണ്ട് വന്നപ്പോഴത്തേക്ക് നാൻസി സാവധാനം ഇരുന്നുകൊണ്ട് ബ്ലൗസൊക്കെ ചെയ്തു കേട്ടോ. ബ്ലൗസ് ഇത് ഭയങ്കര പാടായിരുന്നു തയ്ക്കാനായിട്ട്. ഇത് ഈ ക്രേപ്പും നെറ്റും കൂടിയല്ലേ, രണ്ടും അങ്ങോട്ട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പോരാത്തതിന് കപ്പും ഉണ്ട്. കപ്പും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. കഴുത്തിന്റെ ഹെമ്മിങ് എങ്കിലും തീർത്തേക്കാലോ എന്ന് കരുതി ഞാൻ ഈ നേരത്തെ ഇരുന്നുകൊണ്ട് ഹെം ചെയ്യുക കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം ഗുഡ് മോർണിംഗ് നാൻസി. എന്റെ സ്ഥലത്തോട്ട് കേറി നിൽക്കുക. ഇതുണ്ടാക്കിയത് ഞാനാ. ഇതുണ്ടാക്കണത് അവള്. ഇതിപ്പോ പിറ്റേ ദിവസമാണ്. ഇന്ന് സാരിയും ലെഹങ്കയൊക്കെ വാങ്ങാനായിട്ട് വരും. അതിന്റെ ബാക്കി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. അവസാനത്തെ ഹെമ്മിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അതാകാന്ന് കരുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കുഞ്ഞിനെ സ്കൂളിൽ വിടണമല്ലോ. അവർക്കുള്ള ക്യാരറ്റ് തോരനും ഒക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് സാരി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിന്റെ ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടും അറ്റത്തിരിച്ചിരി ഇങ്ങനെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കണം, ഇങ്ങനെ വലയൊക്കെ വെറുതെ ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. അതെല്ലാം നാൻസി ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയ സാരിയൊക്കെ മടക്കി എടുത്ത് വെക്കുവാണ്. നല്ലൊരു ലാവണ്ടർ കളറുള്ള ഒരു ഷെയ്ഡുള്ള സാരിയായിട്ട് ഇത് ഉടുത്ത് നല്ല രസമായിരിക്കുവേ. ഇതിന്റെ ഒരു വൈറ്റ് കളർ ഉടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരാള്. ഞാൻ വേഗം ധൃതിക്ക് ഇതിന്റെ ബ്ലൗസ് ഉണ്ടല്ലോ, ബ്ലൗസിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഞാൻ തലേ ദിവസം കഴുത്ത് മാത്രമേ ഹെം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കൊളുത്ത് ലൂപ്പ് എനിക്കാണ് അതൊക്കെ പിടിപ്പിക്കാൻ നല്ല സമയം വേണം കേട്ടോ. ഞാൻ നമുക്ക് അത്ര എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ നേരത്തെ ഇച്ചിരി സമയം എടുക്കും. ഒരു 1.5 മണിക്കൂർ എനിക്ക് വേണം ബ്ലൗസിന് കൊളുത്തൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പൊ ലെഹങ്കയൊക്കെ അവളെ വെച്ച് കാണിക്കുക കേട്ടോ. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇട്ട് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് പകരുന്നുണ്ട്. ഒരു ചെറിയൊരു ഓൾട്രേഷന്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പാവാടയിലൊക്കെ കൊളുത്തൊക്കെ പിടിപ്പിക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കുഞ്ഞു സൂചി മാത്രമേ കയറുള്ളൂ. ബാക്കി സൂചികളൊന്നും ആ കട്ടിയുള്ള വശത്തോട്ട് കയറില്ല. അതുകൊണ്ട് കുഞ്ഞു സൂചിക്ക് കുത്തുമ്പോൾ ഇടയ്ക്കിട്ട് എന്റെ കൈക്കിട്ട് നല്ല കുത്ത് കിട്ടും. ഈ സിറിഞ്ചിന്റെ സൂചി ഉണ്ടല്ലോ, അതിന് കുത്തുന്ന പോലത്തെ കുത്തായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് മീഷോയിൽ നിന്നൊരു ഓർഡർ വന്നത്. നാൻസി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, അത് ഡെലിവറായി. ഒരു വൈറ്റ് കളറിലെ സാരി ആട്ടോ. ഒരു നെറ്റ് പോലെയൊക്കെ തന്നെ വരുന്ന ഒരു സാരി. ഇതുപോലെ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഓരോരുത്തർ ഇതുകൊണ്ട് ഗൗൺ തയ്ച്ചേക്കുന്നത്, അനാർക്കലിയൊക്കെ തയ്ച്ചേക്കുന്നത്. അപ്പം മുതലേ വിചാരിക്കുന്നതാണ് ഇത് വാങ്ങണമെന്ന്. പക്ഷെ ഇങ്ങനെ തള്ളി പോയി. ഇതുകൊണ്ട് തയ്ച്ചാൽ സൂപ്പർ ആയിരിക്കും അല്ലേ ഡ്രസ്സ്? ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചില്ല കേട്ടാ. റിയലി സൂപ്പർ ക്വാളിറ്റി. ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഇത്ര രസം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ്, നല്ല പഞ്ഞിക്കെട്ടി തൊടുന്ന പോലെ. ഇതാണ് മെറ്റീരിയൽ എന്ന് കണ്ടെങ്കിലും ഒരു പോളിസ്റ്റർ കലർന്നതൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് 160 രൂപയ്ക്കാണ് ഇവളത് വാങ്ങിച്ചത്. പിന്നെ ഇപ്പൊ ഞങ്ങൾ കയറി നോക്കിയപ്പോഴത്തേക്കും 202, അങ്ങനെയൊക്കെ 190 അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഇച്ചിരി വില കുറവായിരുന്നു. അല്ലാണ്ട് ഇത്രയും വില കുറഞ്ഞത് കിട്ടാറില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഓരോരുത്തർ ഇതുകൊണ്ട് അനാർക്കലിയും ഗൗണൊക്കെ തയ്ച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ചുമ്മാ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പൊ ജസ്റ്റ് എന്താണല്ലേ സാരിയായിട്ട് കിട്ടിയതല്ലേ, സാരിയായിട്ട് ചുമ്മാ ഒന്ന് ഒരു ടോപ്പിന്റെ കൂടെ വെറുതെ ഒരു സ്ലീവ്ലെസ് ഇത് ജീൻസിന്റെ അകത്തൊക്കെ അവൾ ഇടുന്നതാണ്. ആ ടോപ്പിന്റെ കൂടെ വെറുതെ ഇട്ടതാണ്. നമ്മുടെ ബേജ് കളറിലെ അടിപ്പാവാടയും കൂടി ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് സാരിയായിട്ട് കാണാനായിട്ട്. നിങ്ങളും ഇത് മീഷോയിൽ കയറി വാങ്ങോട്ടെ. വൈറ്റ് സാരി അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടും. 202 ആ ഒരു റേഞ്ച്, ഒരു 200 താഴേക്കാണ് ഇതിന്റെ പ്രൈസ് കിടക്കുന്നത്. പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മുടെ കയ്യിൽ മോതിരം വിലയൊക്കെ ഉണ്ടെങ്കിൽ ഒടക്കും. അതൊക്കെ ഒടക്കാണ്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. തിരിച്ചു നിൽക്കുകയാണ് പിണങ്ങിയ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മോദിജിയുടെ അരി തുറന്നു നോക്കി. ആരോ പറഞ്ഞു പച്ചരിയാണ് ഇതിനകത്തുനിന്ന്. അപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം പറയുന്നത്. പച്ചരി തന്നെ. അമ്മ വീട്ടിൽ കിടന്ന് എന്ത് ബഹളായിരുന്നു ഇത് വാങ്ങാൻ പോയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞേന്. ഭാരത് റൈസ്. എനിക്ക് തോന്നുന്നു ഈ ഹിന്ദിക്കാരൊക്കെ ചോറ് വെച്ച് തിന്നണത് ഇതിനകത്താണ്. ആണോടി? ആണാ? അപ്പൊ അവരുടെ അരിയാ തന്നത്. ഉൾപ്പെടെ മറച്ചിടുവോ? ബിരിയാണിയാ? ബിരിയാണി വെച്ച ഫസ്റ്റ്. അത് പൊന്നിയരി അല്ല, അത് എന്നാ അരിയാ? അത്
വൈകുന്നേരം ആയപ്പോ ഒരു കരിമീനെ ജേസൺ പിടിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ. അതങ്ങോട്ട് ഞങ്ങൾ പൊള്ളിച്ചു. കാണങ്ങോട്ടെ നൈറ്റ് നിന്റെ ഫോണാണോ നല്ലത്? ഇതാണ് എന്റെ ഫോണിന്റെ ക്യാമറ ക്ലാരിറ്റി. നൈറ്റിയുടെ ഫോൺ കൊള്ളത്തില്ല. നൈറ്റ് നിന്റെതാടി നല്ലത്. ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നിന്റെ ഇനി ഉപയോഗിച്ചോ. എന്റെ ഫോണിൽ റെസ്റ്റ് എടുക്കട്ടെ. വീഡിയോ എടുത്തത് തളർന്നു. ഒരു കരിമീനല്ലേ ഉള്ളു, അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് അവിടെ ഇരിക്കുവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാൻസിക്ക് പെട്ടെന്ന് ആഗ്രഹം. സാധാരണ ഈ വക ആഗ്രഹങ്ങളൊക്കെ എനിക്കാണ് തോന്നാറ്. ഒരെണ്ണം ഉണ്ടല്ലോ, നമുക്കൊന്ന് പൊള്ളിക്കാം. ഒരു പാക്കറ്റ് ബ്രെഡും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അവള് തുടങ്ങി കേട്ടോ. സാധാരണ ഞാനാണ് തുടങ്ങണത്, ഇത്തവണ അവള് തുടങ്ങി. അങ്ങനെ ഞങ്ങള് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചപ്പോഴത്തേക്കും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് എന്തോരുണ്ടെന്ന് ഈ പാത്രം കണ്ടാൽ മനസ്സിലായില്ലേ. സാറ്റർഡേ ആണ് ഞങ്ങൾ എണീറ്റപ്പോൾ വളരെ വൈകി. മതി, വളരെ വൈകി ഒന്നും ഉണ്ടാക്കാൻ. അവൾ നേരത്തെ എണീറ്റു 8:45, ഞാൻ 9 മണിക്ക്. അപ്പൊ 8 മണിക്ക് എന്നിട്ട് എന്നെ ഒന്നും ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങാൻ മേലായിരുന്ന കഥ കണ്ടിരിക്കും അല്ലേ ഫോണില്. അപ്പൊ ഞങ്ങള് പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കറിക്കൊന്നുമല്ല, പരിപ്പ് കറി വെക്കാം അല്ലേ. പരിപ്പ് കറിയും പൂരി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല. പക്ഷെ ആ മാതർജി ഇപ്പോൾ വിശന്ന് വലഞ്ഞു വരും. അതിന് മുന്നേ വേഗം ഉണ്ടാക്കൂ, വേഗം ഉണ്ടാക്കണം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എംസില് അതെ അമ്മ കുഴച്ച് വെച്ചേക്കുവാണ്. ഈ ഗ്യാപ്പിൽ കൂടിയൊക്കെ വെള്ളം വീഴുവേ. അതിന് ഗ്യാപ്പിൽ കൂടി വെള്ളം വീഴാതിരിക്കാൻ എംസിയിൽ കുഴച്ച് വെച്ചേക്കുന്നതാണ് ഈ സൈഡുകളിൽ കാണുന്നതെല്ലാം. അത് മെനയില്ലാണ്ട് പറ്റില്ലടി, കയ്യിലൊട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഇരിക്കും, ബബിൾക്കം പോലെ. ഭയങ്കര പാടാ കുഴച്ച് വെക്കാൻ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാട്ടോ. അപ്പോൾ മഴ നോക്കാൻ ഞാൻ കുക്കറപ്പേ കൈ വെച്ചാണ്. ചൂടടിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കുക്കർ ഇവിടെ ഉണ്ടെന്ന്. ഈ പാട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും പാട്ടുണ്ടോ? ഈ പിഞ്ച് കൈ കൊണ്ട് ഞാൻ കുഴച്ചെടുക്കുവാണ്. അല്ലടി, ഇത്രയും വേണമായിരുന്നു. ഇത് ഓവറല്ലേ? ഇരുമ്പിന്റെ കൈയുള്ള ഐസി കുഴക്കാൻ. ഇനി മാറി, ഞാൻ കുഴക്കാന്ന. ഇവളാണ് ഇവിടുത്തെ കുഴക്കൽ സ്പെഷ്യലിസ്റ്റ്. നാൻസിയുടെ കയ്യിൽ നിന്ന് മാവ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉരുട്ടലായി. ഇനി വേഗം നിന്നും പൂരി ഉണ്ടാക്കണം. ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പരത്തി ഇങ്ങനെ മൂലയിൽ കൂട്ടി വെക്കും. ഈ ചപ്പാത്തി ഞങ്ങൾ പണ്ട് കുഞ്ഞില് ചപ്പാത്തി ഉണ്ടാക്കാൻ തിന്നാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്. അമ്മ വല്ല ആണ്ടും കൊല്ലത്തിന് സമയമുള്ളപ്പോൾ മാത്രം ഞായറാഴ്ചയൊക്കെ ഒരു മാസത്തിലൊക്കെ ഈ സാധനം ഉണ്ടാക്കും. ഇങ്ങനെ പരത്തി ഉണ്ടാക്കണ ചപ്പാത്തി. അല്ലാത്തപ്പോഴൊക്കെ ഈ ഗോതമ്പ് ദോശയാണേ. ഞങ്ങൾ കുഞ്ഞു പിള്ളേരാ, ഞങ്ങൾക്കാണെങ്കിൽ അറിയത്തില്ല ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന്. അമ്മയോട് പറയാം, അമ്മ ഇതല്ല, ഈ അമ്മ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ പറയാം, അമ്മ ഇതല്ല മറ്റേതില്ലേ ഇങ്ങനെ ഇടിച്ചിടിച്ചുണ്ടാക്കണത്. അതെന്താ? അപ്പൊ അമ്മ പറയാം, അതാണ് ഇത്. അമ്മ ജന്മം ചെയ്ത് അമ്മ സമ്മതിച്ച് തരികയില്ല. അത് വേറെയാണ്, ഇത് വേറെയാണ്, അതാണ് ഇത്. ചിലപ്പോ ഞാൻ ഇടിച്ചുണ്ടാക്കും, ചിലപ്പോ ഇടിക്കാറുണ്ടാക്കും. എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു. ചായ വെച്ച് മലയാളത്തിൽ തന്നെ അല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഭാഷ 8 മണിക്ക് എണീറ്റ് 9 മണി വരെ ചായ വെക്കുമായിരുന്നു അല്ലേ? ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ അടുക്കളൊക്കെ അറിയില്ല. നീ എപ്പ വരുന്നു അപ്പളേ കേറ്. പണി ചെയ്യുമ്പോൾ വിഭജിച്ച് ചെയ്യണം അല്ലേ നാൻസി? ഞാൻ കറി ഉണ്ടാക്കാം, നീ ഇതുണ്ടാക്കും. എടി ഇത് ഒന്നുമില്ലടി, ഇത് ഇടുക, അത് പരത്തുക, ഇത് ഇടുക, അത് പരത്തുക. നാൻസി ഇവിടെ നിന്നിട്ട് എനിക്ക് പൂരി കൈകാര്യം ചെയ്യാൻ പേടി. യഥാവത് തെറിച്ച് നിന്റെ മുഖത്തേക്ക് വീണാൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യൂ? ഞാൻ എന്റെ അനുഭവങ്ങളെല്ലാം നീ വന്നിരിക്കണം. ഇതേ പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തിട്ട് ഇങ്ങനെ കോരി ഒഴിക്കല്ലേ? കഥ പറയണതിനിടയ്ക്ക് മുറയ്ക്ക് പാചകവും അതിന്റെ വഴിക്ക് നടക്കണം. അങ്ങനെ എന്റെ കറി റെഡിയായി, നാൻസിയുടെ പൂരി റെഡിയായി കൊണ്ടിരിക്കുന്നു. ഇന്നെനിക്ക് രാവിലെ എണീറ്റപ്പോ തന്നെ ഒരാഗ്രഹം, കട്ടൻ ചായയില് ഗുഡ് ഡേ ബിസ്ക്കറ്റ് മുക്കി തിന്നാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആവാനായിട്ട് വിചാരിച്ചു. കുറെ നാളായി ഇത് ഇഷ്ടമല്ലായിരുന്നു. ഇന്ന് അതിൽ പ്രത്യേക ഇഷ്ടം. നോക്കണി, കട്ടൻ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി തിന്നണ എനിക്ക് ഇഷ്ടമല്ല. ബിസ്ക്കറ്റ് അലുത്ത് പോകും. അതെങ്ങനെ തിന്നു വന്നിട്ട് പിള്ളേര് കുറുക്ക് തിന്നാണ് പോലെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളൊന്ന് കടയ്ക്ക് പോകാൻ പോവാണ്. കുറച്ച് അലുക്കുലുത്ത് സാധനങ്ങൾ വാങ്ങണം. നാളെ
നാൻസി ഉടുപ്പ് മാറി. ഞാൻ ഇട്ട ഉടുപ്പിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഉടുപ്പ് ഇടുന്നതിന്റെ ലക്ഷ്യം തന്നെ എനിക്ക് നിന്നിപ്പി കടയിൽ പോകാനാ. ഹി ഹി ഹി. ഇതാണ് നമ്മുടെ ഞാൻ ഇന്ന് വേർച്ച ഷാഡ്. ഞാൻ എല്ലാ ദിവസവും വേർച്ച ഷാഡല്ല. ഈ ഒറ്റ ഷെയ്ഡേ ഉള്ളൂ. അയ്യോ ആരാട്ടൊക്കെ ചോദിച്ചായിരുന്നു ഷെയ്ഡ് ബബിൾ ഗം നൂഡ് ഇതാണ് കളർ. കടയിൽ പോകാനുള്ള ലിസ്റ്റൊക്കെ അമ്മ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇത് കുറെ നാൾക്ക് ശേഷം പുള്ളിക്കാരത്തി എഴുതിയത്. പണ്ടൊക്കെ അമ്മയായി സാധനങ്ങളൊക്കെ വാങ്ങാൻ എല്ലാ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോണത്. ഇപ്പൊ പിന്നെ ഞങ്ങളാണല്ലോ. അങ്ങനെ വേഗം ഒന്ന് പോകാനായിട്ട് അമ്മ എഴുതി തന്നതാണ്. നമ്മുടെ വീട്ടില് കുടുംബയോഗം നടക്കുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അത് ഈ സിങ്കിൽ നിന്നൊക്കെ വേസ്റ്റ് ഒക്കെ പോകാതിരിക്കാനുള്ള സാധനം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഊട്ടയെ അത് നല്ലതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു മേലുരയ്ക്കാനായിട്ടൊരു സാധനം എടുത്താണ്, രാമച്ചത്തിന്റെ ഒരു വട്ടം. പിന്നെ ഇങ്ങനെ തപ്പി നടക്കുവാണ് എന്താണ് വേണ്ടത്. പൊക്കത്തൊരു പുതിയ ബാത്റൂം എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ബാത്റൂമിലോട്ട് വെക്കാനായിട്ട് ടോയ്ലറ്റ് ബ്രഷാണ് ഞങ്ങൾ തപ്പുന്നത്. ഇതൊന്നും കണ്ടിട്ട് നാൻസിക്ക് പിടിക്കുന്നില്ല. ഞാൻ പറഞ്ഞ തൽക്കാലത്തേക്ക് വാങ്ങൂ. നിനക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു കപ്പ് മേടിച്ചു. നമ്മൾ ഇടിയല്ലേ ഇപ്പൊ കപ്പിന്. ഇതേ ഇരിക്കണം കപ്പ്. ഇതപ്പം ഞാൻ മേടിച്ചോണ്ട് പോയത് വാടകയ്ക്ക് പോയപ്പോ. ഇത് നല്ലതാ ഇങ്ങനെ വെക്കാം. 50 രൂപ. അത് വേണ്ട, അതിനകത്ത് മീനിന്റെ ആ സാധനം പോലെ മീൻ ഡിസൈൻ ഇഷ്ടം. അങ്ങനെ ഈ ഒരു ബ്രഷ് വാങ്ങി. പിന്നെ ഇങ്ങനെ തപ്പി ആ ഒരു ബ്രഷും അങ്ങ് എടുത്ത്. നാൻസിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു വാങ്ങാൻ. പിന്നെ ഞാൻ അങ്ങ് എടുപ്പിച്ചു. പിന്നെ ഈ കപ്പ് കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ, ഈ പച്ചയും റോസും. ഹായ് നല്ല ഭംഗി. പൊട്ടുന്ന കപ്പായ കണ്ട് പിന്നെ തവള മതിയാ. തവള ബാത്റൂമിലെ തവള ഇരിക്കും. ഇതിനകത്ത് ഇപ്പൊ എത്ര കയറും? 3 രൂപയുണ്ട്. 2 കിലോ വരെ വയ്ക്കും. അപ്പൊ ഇതിനകത്ത് പിന്നെ ഒരു സ്ക്രബ്ബർ വാങ്ങണമായിരുന്നു. ഇത് എപ്പോഴും ഓർക്കും, പക്ഷെ മറന്നു പോകും. ഇന്ന് കണ്ടപ്പോൾ ആ സ്ക്രബ്ബർ അങ്ങോട്ട് വാങ്ങി. പിന്നെ ചവിട്ടി വാങ്ങണം. ഈ ചവിട്ടി ഇത് ഇച്ചിരി വില കൂടെ ചവിട്ടിയാട്ടോ. ഇച്ചിരി കുറഞ്ഞ ചവിട്ടിയൊക്കെ 100 രൂപ കിടക്കുന്നത്. ആ തൊട്ടപ്പുറത്തൊക്കെ കിടക്കുന്നത് ഇതിന് 260 രൂപയായിരുന്നു. അതിന്റെ ഒരു സോഫ്റ്റ്നെസ് ഇതിനുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇടാലോ എന്ന് കരുതിയിട്ട് അത് ഒരെണ്ണം അങ്ങോട്ട് വാങ്ങി. ചൂല് വേണ്ടേ? സാധനം പിടിച്ചെടുക്കണ തുരുമ്പിച്ച് പോകും. കത്തി വേണോ? കത്തി അത് കൊള്ളാം. അതൊരെണ്ണം മേടിച്ചു. ആ പിന്നെ നോക്കിയപ്പോഴാണ് ഹായ് ഓർഗനൈസർ. ഇത് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്നു. ഇവിടെ ടിഷ്യൂ പേപ്പർ ഉണ്ട്. ഓർത്ത സ്ഥിതിക്ക് 2 ടിഷ്യൂ എടുക്കും. 2 മതിയോടി. 3 എടുക്കണം. എത്ര ഒരു ടിഷ്യൂന് എത്രയാന്ന് ചോദിക്കുന്നു. ഓർഗനൈസറിന്റെ താഴത്ത് നോക്കിയപ്പോഴാണ് ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നേരിട്ട് കണ്ട സ്ഥിതിക്ക് എന്നാൽ ഇത് തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഈ എംബ്രോയിഡറി ഐറ്റംസ് ഒക്കെ, ഈ നൂലൊക്കെ ഇല്ലേ, നൂലല്ല മുത്തൊക്കെ ഇല്ലേ, മുത്തൊക്കെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ഇട്ട് വെക്കാം. ഇത് ആദ്യം എടുത്തപ്പോഴത്തേക്ക് അത് ഭയങ്കര വലുത്. അത്രയും വലുതിന്റെ ആവശ്യമില്ല. എന്നാൽ പിന്നെ ചെറുത് പിടിക്കാന്ന് കരുതിയിട്ട് ചെറുതൊരു 2 വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 80 രൂപയാണ് കേട്ടോ. അങ്ങനെ അതങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്കിങ്ങനെ നോക്കിയൊക്കെ എടുക്കാമല്ലോ. നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇട്ട് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയല്ലേ, നമുക്ക് ആവശ്യ നേരത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് പ്ലാസ്റ്റിക് കട്ടറാണ്, ഇപ്പൊ വെജിറ്റബിൾ കട്ടറാണ് ഉള്ളത്. ഈ ഒരു വുഡിന്റെ ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി ഞങ്ങളൊരു വുഡിന്റെ വാങ്ങി. പിന്നെ അടുക്കളയിലോട്ട് നമുക്കൊരു മേശ പോലെ നമ്മുടെ അടുക്കളയിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊരു പണ്ടത്തെ സാധനമാണ്, ഡെസ്ക്. അതിങ്ങനെ ഈ സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ അരിയാനൊക്കെ നല്ല സുഖമാണ്. ഒരു സ്റ്റൂളിട്ട് അതിന്റെ മേത്ത് വെച്ച് ചെയ്യാൻ നല്ലതാണ്. അതിന്റെ മേത്ത് വെച്ച് ഈ കപ്പയൊക്കെ വെട്ടിക്കണ്ടിക്കുമ്പോൾ അതോ അഴുക്കായി എപ്പോഴും അത് ചീത്തയായി പോകും കേട്ടോ. ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റും കൂടി വാങ്ങി. പിന്നെ ഇങ്ങനെ കിയാക്കി വല്ല ക്ലിപ്പോ പോലൊക്കെ ഉണ്ടാവും അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പരിധി നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. നമ്മുടെ പണ്ടത്തെ ഒരു ശലഭം ഉണ്ടല്ലോ, ഇത് ആ ഒരു ശലഭത്തിനെ കണ്ട്. പണ്ടത്തെ പിള്ളേരൊക്കെ ഇതിങ്ങനെ തലയെ വെച്ചോണ്ട് കിലുക്കി ഇങ്ങനെ നടക്കില്ലേ. ഞാനും ഓർക്കുന്നുണ്ട് ഞാൻ കിലുക്കി നടന്നത്. പിന്നെ നമുക്കൊരു ചൂല് വേണമായിരുന്നു, വിസറി ചൂല്. സാധാ ചൂല് പോരാതെ അത് ആ വിസറിക്കണ്ട. ആ വിസറി അച്ചാറൊക്കെ ഇട്ട് എടുക്കാടി. ഇതിനകത്ത് ഉപ്പ് എടുക്കായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഉപ്പ്. ഇതുകൊണ്ട് ഇതിന് നമ്മൾ കോരിയിട്ട് കഴിഞ്ഞാൽ കറിക്ക് ഉപ്പ് കൂടും. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ. അച്ചാറെടുക്കാൻ നല്ലതാ. നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ കൊള്ളാം. നല്ല രസമുണ്ട്. കുഞ്ഞു തവി ക്യൂട്ട് തവി. പിന്നെ ഒരു തൊടകോല് വേണമായിരുന്നു. ആ ഒരു തൊടകോലും കൂടി വാങ്ങിച്ച്. ഇത് മൈക്രോ ഫൈബറിന്റെ. ഇനി ഞങ്ങളെ പറഞ്ഞു വിട്ടേ. കുഞ്ഞി ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയായില്ല. ഇവിടെ മുതൽ ഹാൻഡ് വാഷ് ഉണ്ടോ ഇവിടെ?
കുളിസോപ്പ്, ടിഷ്യൂ മേടിച്ചല്ല, തേയില, മെഴുകുതിരി, മേശവിരി. എന്തിനാണ് സൂത്രം? ചീപ്പ്, കണ്ണാടി, താഴും, താക്കോലും ഒന്നും വേണ്ട. യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റ്. എനിക്ക് യോഗ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ചെയ്തിട്ടൊരു യോഗ ചെയ്യാം നമുക്ക്. എത്ര രൂപ മാറ്റിന്? നീല മാറ്റ് മതിയല്ലോ. നീ മേടിക്കാൻ പോയാണോ? 340 രൂപ. ഇതാണ് നമ്മൾ ഇത്രയും നേരം കിടന്ന് വിലസിയ കട. ഇവിടെ കുറച്ച് ഇങ്ങനെ ആലുകുലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. അത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സകല സാധനങ്ങളും വാരിക്കോരി എടുക്കും. അങ്ങനെ നമ്മുടെ തുടയും വടി പോലും എല്ലാം ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഡൈ ചെയ്ത സാരി എടുത്ത് നിൽക്കുന്ന പെൺകുട്ടി. ഇടത്തരം മെഴുതിരി മതിയല്ലോ. ഇടത്തരം നമ്മൾ ആ സാരി കിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചേച്ചി ആ സാരി മാറ്റി വേറൊരു സാരി കൊടുക്കാൻ വേണ്ടി വന്നതാട്ടോ. ആ ചേച്ചിയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫോൺ വരെ സ്റ്റക്കായിപ്പോയി. ഇങ്ങനെ നോക്കിയത്. അപ്പോൾ അത് ഫോൺ സ്റ്റക്കായപ്പോൾ കൂടെ പിന്നെ ഞാൻ എടുക്കാഞ്ഞത്. ആ സാരി മാറ്റി പിന്നെ വേറെ സാരി ഉടുപ്പിച്ച്. പിന്നെ ഞാൻ കർട്ടൻ വാങ്ങണമായിരുന്നേ. കർട്ടൻ ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു രസമായിട്ടൊന്നും കിട്ടിയില്ല. ഇത് നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഈ വെള്ളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് അഴുക്ക് പിടിക്കില്ലേ. അങ്ങനെ ഞങ്ങൾ അത് അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പിന്നെ വാങ്ങാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ ആ തൊട്ടടുത്ത കടയിൽ കട്ടൻ വാങ്ങാൻ കയറിയപ്പോഴത്തേക്കും നാൻസിക്ക് ഒരു 3-4 വീട്ടിലിടുന്ന ഒരു ബനിയൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ മേടിച്ചു. അതൊക്കെ കൊള്ളാം. അതൊക്കെ നല്ല ലൂസായിരുന്നു. പിന്നെ ഇത് ഇച്ചിരി ടൈറ്റ് ആട്ടോ. ഇത് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ എടുത്തില്ല. അതവിടെ എടുക്കാൻ അവിടെ വെച്ചും പോകുന്നത്. കറക്റ്റ് ഫിറ്റാണ്. പക്ഷെ വീട്ടിൽ ഇടുമ്പോൾ എപ്പോഴും ഒരു ലൂസാക്കി ഇടുന്നതാണല്ലോ ഭംഗി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ റെഡിമെയ്ഡ് അല്ല സാരികളൊക്കെ, ഏത് സാരികളും റെഡി ടു വെയർ ആക്കി അവിടെ കൊടുക്കുന്നു. നല്ലതായിരുന്നു. എത്ര രൂപ വെച്ച്? നല്ലായിരുന്നു. അത് മേടിച്ചിട്ട് ഡൈ മുക്കിയാലോ. ഡൈ മുക്കി നിനക്ക് മതിയായില്ല. ഇത് പക്ഷെ നല്ലായിരുന്നു. ഇതിന്റെ ഓഫ് വൈറ്റ് ഇല്ലല്ലേ ചേച്ചി? കട്ടൻ നോക്കി മതിയായി. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇതേ കുറച്ച് മെറ്റീരിയൽ ഇരിക്കുന്നു കേട്ടോ. അതിന് വില നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഇച്ചിരി കുറവായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പോളിസ്റ്റർ മിക്സ് ആണ്. തനി കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ലത്. എന്താ എങ്ങനെ കളിച്ചാലും ഒരു 200-നൊക്കെ അടുത്താണ് സാധാരണ കടകളിലൊക്കെ കണ്ടേക്കുന്നത്. ഇത് പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ട് തന്നെ 75 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മീറ്ററിന്. അപ്പോൾ നാൻസി പറഞ്ഞു നമുക്ക് ഇതൊന്നും എടുത്താലോ, ഇതാകുമ്പോൾ നമുക്ക് റീസണബിളുമാണ്, ഇതുകൊണ്ട് ഒരു അനാർക്കലി ചെയ്യുന്ന ഒരു വീഡിയോയും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതെടുത്തേക്കുവാണ്. അനാർക്കലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ്. ഞങ്ങളെ തുണിക്കടയിൽ കയറ്റാൻ കൊള്ളിയല്ല, കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നാൻസിക്ക് ചുമയായപ്പോഴേ ഐസ്ക്രീം തിന്നണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ ചുമയ്ക്ക് 2 ദിവസമായിട്ട് ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഓരോ ഐസ്ക്രീമും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നത് ഈ ക്യാമറയുടെ ഐസ്ക്രീം ആട്ടോ. ക്യാമറയുടെ ഐസ്ക്രീം എനിക്കിഷ്ടമാണ്. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ബാക്കി ഇച്ചിരി പെയിന്റ് ഉണ്ട്. പെയിന്റുകാർ ഇച്ചിരി പെയിന്റ് വെച്ചിട്ടാണ് അവർ പോയത്. ആ പെയിന്റ് നമ്മുടെ വർക്ക് ഏരിയ കുറച്ച് പോർഷനൊക്കെ നമ്മൾ പെയിന്റ് അടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ. കാരണം പൈസ താങ്ങാൻ പറ്റാത്തതുകൊണ്ട്, ലേബർ കോസ്റ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടായിരുന്നു. അതിനൊക്കെ അടിക്കാൻ പാകത്തിനുള്ള പെയിന്റ് സത്യം പറഞ്ഞാൽ ബാക്കി ബാലൻസ് ഇച്ചിരി വന്നു. അതുകൊണ്ട് ജെയ്സൺ ബാക്കിയൊക്കെ കുറച്ചൊക്കെ അടിക്കുവാണ്. വർക്ക് വീഡിയോ കണ്ടപ്പോ ഒരു അലറിക്കരച്ചില്. ഇത്ര നേരം കിറുമാണ്ട് നിന്ന് ഒരച്ചോണ്ടിരുന്നവളാണ്. നല്ല പോലെ അങ്ങോട്ട് ഒരേ എന്റെ മുഖത്തല്ല. പെയിന്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ അവര് ഉപേക്ഷിച്ചിട്ട് പോയതെല്ലാം ഞങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തി. ബാക്കി ഗേറ്റൊക്കെ പെയിന്റൊക്കെ ബാലൻസ് ഉണ്ട്. എന്നാൽ ഗേറ്റൊക്കെ നമുക്ക് തന്നെ അടിച്ചേക്കാന്ന് വിചാരിച്ചു. ഗേറ്റ് റെഡിയാക്കണം നേരത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് ബെഡ്ഷീറ്റ് പുതിയതാണ്, ഇത് ഇതുവരെ എടുത്തിട്ടില്ല, ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ നാളെ വിരിക്കാമല്ലോ എന്ന് കരുതി അതൊക്കെ എടുത്ത്. ഇത് കോംബോ ഓഫറായിട്ട് മേടിച്ചാണ്. കൂട്ടത്തിൽ ഇത് മാത്രം കൊള്ളാം, ബാക്കി ഒരു രസമല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അങ്ങനെ വന്നപ്പോഴാണ് വർക്ക് ഏരിയ ഞാൻ പെയിന്റ് അടിക്കാൻ കയറിയത്. ചന്ദനം തൊടണാണിത്. നൈസി ചന്ദനം തൊട്ട് കൊടുക്കുവാണ് ഞങ്ങളുടെ വർക്ക് ഏരിയയില്. ഇത് കണ്ട ഇൻകൈ കേറി നിന്ന് പെയിന്റ് അടിക്കുവാണ്. പുകയില്ലാത്തടൊക്കെ ഉപയോഗിക്കുമ്പോൾ പുക തീരെ വരില്ല. അയ്യോ ഇത്ര അടിച്ചപ്പോ തന്നെ എന്റെ കൈ കിടക്കണേ, ഞാൻ പോവാ. ആരാ ഇത് ഏറ്റെടുക്കുന്ന എന്റെ കൈ?
നാൻസിയും അമ്മയും ഭീകരം പെയിന്റടിയാണ്. അങ്ങനെ ഞങ്ങളുടെ പെയിന്റടി തുടർന്നുകൊണ്ടിരിക്കുന്നു. അമ്മ പണ്ടത്തെ പെയിന്ററാണ്, ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യണ ആളായിരുന്നു. നാൻസി ഇവിടെ ഓമനിച്ചങ്ങ് പയ്യന് പെയിന്റിങ് എടുത്താ ഞാൻ ശരിയാക്കി തരുതേ. നാൻസി ഇത്രയുള്ളൂ. അമ്മ അതാണ് കാര്യം. അപ്പോൾ ഇവരിവിടെ പെയിന്റ് എടുത്ത് തുടരുകയാണ്. ഞാൻ ഇവിടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നാൻസി ഒരു ടാറ്റ പറയൂ. അയ്യോ ദേ മഴ പെയ്യുന്നു മക്കളെ, നിങ്ങൾ നിർത്തൂ പണി നിർത്തൂ. എടി നാൻസി ഞങ്ങളത് എങ്ങനെയാ പഠിച്ചെന്നറിയാവാ? പ്രൈമർ അടിക്കുമ്പോ ടിന്നർ ചേർത്ത് വേണം അടിക്കാനായിട്ട്. 2 ഇറ് ഇനാമല്, പിന്നെ മറ്റേ പേരെന്താ ഇനാമല്. ഇതാണ് കുഴപ്പം. ക്ലൂവൊക്കെ ഓർത്ത് വെച്ചെങ്കിലും ഐറ്റത്തിന്റെ പേര് തന്നെ മറന്നുപോയി. ഇനാമല്, അയ്യോ പിന്നെ മറന്നു. ടർപ്പൻ. ഇത് എപ്പോഴും മറന്നുപോയി. എന്തോ ദൈവം ഇങ്ങനെ ഓർമ്മശക്തിയായി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ടർപ്പൻ. രണ്ടിനും ഇല്ല ആണല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ മാച്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.